എൻ്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് ഇംഗ്ലീഷിലെ ഐ വിൽ ഫ്ലൈ എന്നുള്ള അബ്ദുൽ കലാമിൻ്റെ സ്പീച്ച്, അതിൻ്റെ സമ്മറി, വളരെ ഈസി ആയിട്ടുള്ള സമ്മറിയാണ്. എന്നാൽ മിക്കവാറും ക്വസ്റ്റ്യൻസിനെ കവർ ചെയ്തിട്ടുള്ള ഒരു സമ്മറി, അതിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, ഒരു ഇൻ്റർവ്യൂ, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചില ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, പാരഗ്രാഫ്സ്, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് സമ്മറി ഒന്ന് നോക്കാം. I Will Fly by Dr. APJ Abdul Kalam. This is a speech by Dr. APJ Abdul Kalam, the former President of India, to a group of school students at Hyderabad. He talks about being successful and unique in life. ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട്. ഇനി വൺ ബൈ വൺ എന്തൊക്കെയാണ് അദ്ദേഹം ആ സ്പീച്ചിലൂടെ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡോക്ടർ കലാം എക്സോർട്സ് എന്ന് പറഞ്ഞാൽ അനുശാസിക്കുക, ഗുണദോഷിക്കുക എന്നൊക്കെയാണ് അർത്ഥം അല്ലേ. അഡ്വൈസ് എന്നുള്ള മറ്റൊരർത്ഥമാണ്. എന്താണ് ഇവിടെ കലാം ഉപദേശ രൂപേണ പറയുന്നത്? നമ്മളോട് പറയുന്നത് ടു ബി കോൺഫിഡൻറ്റ്, സെൽഫ് റിലയൻറ്റ് ആൻഡ് യുണീക്ക് വൈൽ ഹി സ്പീക്സ് ഓൺ ദ ടോപ്പിക് ഐ ആം ബോൺ വിത്ത് വിങ്സ്. ഇപ്പോൾ നമ്മുടെ സ്പീച്ചിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഐ ആം ബോൺ വിത്ത് വിങ്സ് എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ആ സ്പീച്ചിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് കോൺഫിഡൻ്റ് ആകേണ്ടതിൻ്റെ, സെൽഫ് റിലയൻ്റ് ആകേണ്ടതിൻ്റെ, യുണീക്ക് ആകേണ്ടതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണെന്നാണ്. നോ യൂത്ത് ടുഡേ നീഡ്സ് ടു ഫിയർ അബൌട്ട് ദ ഫ്യൂച്ചർ, as the ignited mind of youth is the most powerful resource on the earth. ചെറുപ്പക്കാർ അവരുടെ ഫ്യൂച്ചറിനെ ആലോചിച്ച് ഒരുപാട് ഭയപ്പെടേണ്ട കാര്യം ഇന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദ ഇഗ്നിറ്റഡ് മൈൻഡ് ഓഫ് യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദ എർത്ത്. ഭൂമിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് യൂത്ത് എന്ന് പറയുന്നത്, യുവത എന്ന് പറയുന്നത്. ആ യുവതയുടെ ജ്വലിക്കുന്ന മനസ്സ്, അവർക്ക് അവരുടെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് ആകുലരാകേണ്ട ആവശ്യമില്ല. The youth has always contributed much to make the world of today. കാരണം ഇന്ന് കാണുന്ന ഈ ലോകം ഉണ്ടായത് മുമ്പ് യുവത സമ്മാനിച്ചതാണ്. The youth has always contributed much to make the world today. ഇന്നത്തെ ലോകം നിർമ്മിച്ചത് മുമ്പത്തെ യുവതയാണ്. ഡോക്ടർ കലാം ഡിസ്ക്രൈബ്സ് us about the program ശാസ്ത്രയാൻ. ശാസ്ത്രയാൻ എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്, സയൻസിൻ്റെ പ്രചാരണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. അതിനെക്കുറിച്ചാണ് കലാം സംസാരിക്കുന്നത്. എവിടെ വെച്ചാണ് നടക്കുന്നത്? ഒരു വില്ലേജിൽ വെച്ച് അവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ് ഡോക്ടർ കലാം ശാസ്ത്രയാൻ എന്നുള്ള പ്രോഗ്രാം. ശാസ്ത്രയാൻ aimed at preparing about 2,000 students from different schools to become engineers, scientists, doctors, managers and civil servants. ശാസ്ത്രയാൻ ലക്ഷ്യം ഇതായിരുന്നു. ഏതാണ്ട് 2000-ഓളം വരുന്ന കുട്ടികളെ, വ്യത്യസ്തങ്ങളായ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളെ എഞ്ചിനീയേഴ്സ്, സയൻറ്റിസ്റ്റ്, ഡോക്ടേഴ്സ്, മാനേജേഴ്സ്, അതുപോലെ തന്നെ സിവിൽ സർവൻസ് എന്നിവരായൊക്കെ മാറ്റുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം. ദിസ് ആക്ഷൻ വുഡ് ഓൾസോ എംപവർ 2,000 ഫാമിലീസ് ഓഫ് ദ വില്ലേജ്. 2000 കുട്ടികൾ എംപവേർഡ് ആയി കഴിഞ്ഞാൽ 2000 ഫാമിലീസ് എംപവേർഡ് ആവും. ഡോക്ടർ കലാം ടോക്ക് ടു ദം ഓൺ ദ ടോപ്പിക് സയൻസ് എംപവേഴ്സ് നേഷൻ. അവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് അദ്ദേഹം സംസാരിച്ചത് ഈ ഒരു വിഷയത്തെക്കുറിച്ചായിരുന്നു. സയൻസ് എംപവേഴ്സ് നേഷൻ. ഒരു രാജ്യത്തെ ശാക്തീകരിക്കുന്നു ശാസ്ത്രം എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച്. കലാം ഷെയർസ് വിത്ത് us a question of great importance which was asked by a student from a far away village after his speech Science Empowers Nation. അദ്ദേഹത്തിൻ്റെ സ്പീച്ചിന് ശേഷം, നമുക്കറിയാം കലാമിൻ്റെ സ്പീച്ചിന് ശേഷം അദ്ദേഹം കുട്ടികളെ എന്തെങ്കിലുമൊക്കെ ഡിസ്കോഴ്സിന് വിളിക്കാറുണ്ട് അല്ലേ. അവർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരങ്ങളൊക്കെ നൽകാറുണ്ട്. അതുപോലെ ഒരു കുട്ടി ചോദിച്ചൊരു ചോദ്യം, ആ ചോദ്യം ചോദിച്ചത് കുറച്ച് റിമോട്ടായിട്ടുള്ള, അകലെ നിന്നുള്ള ഒരു വില്ലേജിലെ കുട്ടി വന്നിട്ടാണ് ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഉൾപ്രദേശത്തു നിന്നുള്ള കുട്ടിയാണ്. ദ ബോയ് വാസ് നെർവസ് ആൻഡ് ഡിഡ്ന്റ് ഹാവ് ഇനഫ് കോൺഫിഡൻസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. കുട്ടി കുറച്ച് നെർവസ് ആണ് അല്ലേ. സർ ഐ ആം നെർവസ് എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം. ആൻഡ് ഡിഡ്ന്റ് ഹാവ് ഇനഫ് കോൺഫിഡൻസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ചോദ്യം ചോദിക്കാൻ മാത്രമുള്ള കോൺഫിഡൻസ് തനിക്കില്ല. ഹി ഹാഡ് നോട്ട് ഗെയിൻഡ് എനി കോൺഫിഡൻസ് ത്രൂ ഹിസ് ഇയേഴ്സ് ലോങ് എഡ്യൂക്കേഷൻ. കാലങ്ങളായിട്ട് സ്കൂളിൽ പോകുന്നു, പക്ഷേ ആ സ്കൂൾ എഡ്യൂക്കേഷനിൽ തനിക്ക് ആവശ്യമായിട്ടുള്ള കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല. വെൻ ഹി വെയ്റ്റ് ഹിംസെൽഫ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായി സ്വയം തുലനം ചെയ്യുന്ന സമയത്ത് ഹി ഡിഡ്ന്റ് ഹാവ് എനിത്തിങ് ലീസ് ടു ബി സോ പ്രൗഡ് ഓഫ്. തനിക്ക് ഇത്തിരിയെങ്കിലും അഭിമാനിക്കത്തക്ക ഒന്നും തന്നെ അവന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഹി വാണ്ടഡ് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. ആ കുട്ടി പറഞ്ഞു തനിക്കൊരു മറൈൻ എഞ്ചിനീയർ ആകണമെന്ന്. ഹി ആസ്ക്ഡ് കലാം ഇഫ് ഹി കുഡ് അച്ചീവ് ഹിസ് മിഷൻ. തനിക്ക് ഈ ദൗത്യം പൂർത്തിയാക്കാൻ സാധിക്കുമോ, തനിക്ക് മറൈൻ എഞ്ചിനീയർ ആവാൻ സാധിക്കുമോ എന്ന് കലാമിനോട് ചോദിക്കുകയാണ്. ഭീരുവായ, കോൺഫിഡൻസ് ഇല്ലാത്ത, എപ്പോഴും ഒരു അപകർഷതാബോധം പേര് നടക്കുന്ന തനിക്ക് ഒരു മറൈൻ എഞ്ചിനീയർ ആകാൻ ആഗ്രഹമുണ്ട്, നടക്കുമോ സാർ? കലാം വാല്യൂഡ് ഹിസ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് കലാം. കാരണം ആസ് ഇറ്റ് വാസ് ഇക്വൈങ് ദ ഫിയർ ഓഫ് മെനി,
കാരണം ഈ ചോദ്യം പലരുടെയും മനസ്സിലുള്ള ചോദ്യമാണ്. കുറേ സാധാരണ കുട്ടികളുടെ ഭയം ഈ ചോദ്യത്തിൽ പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. The entire audience was so curious to hear Kalam's answer to this difficult question. The entire audience, complete audience was so curious. അവർക്ക് അടങ്ങാത്ത അഭിനിവേശമുണ്ടായിരുന്നു, അല്ലേ, ജിജ്ഞാസയുണ്ടായിരുന്നു. എന്തിന്? To hear Kalam's answer. കലാം എന്താണ് ഈ ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുക എന്നറിയാൻ. Instead of giving him an answer, Kalam recited I Will Fly by Jalaluddin Rumi, the 13th century Persian poet. ഡയറക്റ്റായിട്ട് ഉത്തരം നൽകുന്നതിന് പകരം റൂമിയുടെ, പേർഷ്യൻ കവിയായ റൂമിയുടെ I Will Fly എന്നുള്ള കവിത ചൊല്ലിക്കൊടുക്കുകയായിരുന്നു കലാം. The poem was about the need of having faith in our own dreams and abilities. ആ പോയം എന്തിനെക്കുറിച്ചായിരുന്നു? നമ്മുടെ സ്വന്തം സ്വപ്നങ്ങളെക്കുറിച്ചും നമ്മുടെ കഴിവുകളെക്കുറിച്ചും സ്വയം വിശ്വാസം ഉണ്ടാകുന്നതിനെക്കുറിച്ചായിരുന്നു. As we are born with wings, നമ്മളെല്ലാവരും ചിറകുകൾ കൊണ്ടാണ് ജനിച്ചിരിക്കുന്നത് എന്നിരിക്കെ we are meant to fly high. നമ്മളെല്ലാം ഉയർന്നു പറക്കേണ്ടവരാണ്. Our wings are our potential, goodness, trust, ideas, dreams, greatness and confidence. അപ്പോൾ നമ്മുടെ ചിറകുകൾ എന്ന് പറയുന്നത് ഇവയൊക്കെയാണ്. നമുക്ക് എബിലിറ്റീസ് ഉണ്ട്, നമുക്ക് നന്മയുണ്ട്, വിശ്വാസമുണ്ട്, ഐഡിയകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, മഹത്വമുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് കോൺഫിഡൻസുമുണ്ട്, ആത്മവിശ്വാസവും. We must have a strong desire to reach heights and perseverance to work hard. നമുക്ക് തീർച്ചയായിട്ടും ഉയരങ്ങളിലെത്താൻ വേണ്ടി വളരെ അദമ്യമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കഠിനമായി അധ്വാനിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടായിരിക്കണം, അല്ലേ, സ്ഥിരോത്സാഹവും ഉണ്ടായിരിക്കണം. ഡോക്ടർ കലാം ടെൽസ് us how one can be unique. പിന്നെ അദ്ദേഹം പറയുന്നത് നമ്മളോട് എങ്ങനെ അതുല്യനാകാമെന്നാണ്. How one can be unique. The youth wants to be unique. ഇപ്പോൾ ഈ ഒരു പാസേജ് പലപ്പോഴും ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാകാറുണ്ട്. What do you mean by unique? Or how a person can be unique എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാരഗ്രാഫ് ഉത്തരത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ പറയുന്നു the youth wants to be unique. യുവതയ്ക്ക് യുണീക്ക് ആകണമെന്നാണ് ആഗ്രഹം. Uniqueness is an exceptional quality where one realizes his identity and individuality. സ്വന്തം വ്യക്തിത്വത്തെ തിരിച്ചറിയുന്ന അതുല്യമായൊരു ക്വാളിറ്റിക്കാണ് യുണീക്ക്നെസ് എന്ന് പറയുന്നത്. സ്വന്തം സ്വത്വത്തെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ്. ബട്ട് സൊസൈറ്റി വാണ്ട്സ് ദ യൂത്ത് ടു ബി കൺവെൻഷണൽ ആൻഡ് ഓൺലി ഫോളോവേഴ്സ്. പക്ഷേ സൊസൈറ്റിയുടെ ആഗ്രഹം എന്താണ്? അവരങ്ങനെ പാരമ്പര്യം തുറന്നുകൊണ്ടുപോയാൽ മതി, ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ഫോളോ ചെയ്ത് നടന്നാൽ മതി, അല്ലാണ്ട് എക്സെപ്ഷണലായിട്ട് സ്വന്തമായിട്ട് ആളാകാനൊന്നും പോകണ്ട എന്നാണ് സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാട്. ദ യുണീക്ക് പേഴ്സൺ നെവർ ഇമിറ്റേറ്റ് അതേഴ്സ്. പക്ഷേ ഒരു യുണീക്ക് പേഴ്സൺ എങ്ങനെയായിരിക്കണം? ഹി നെവർ ഇമിറ്റേറ്റ് അതേഴ്സ്. മറ്റുള്ളവരെ അനുകരിക്കുന്ന ഒരാളായിരിക്കില്ല. ഹി വിൽ ഹാവ് എ ഗ്രേറ്റ് എയിം ആൻഡ് ഫൈറ്റ് ഹാർഡ് ടു മേക്ക് ഹിസ് ഓൺ വേ ഇൻ ദ വേൾഡ്. തീർച്ചയായിട്ടും വളരെ വലിയ ഒരു സ്വപ്നമുള്ള, ഒരു ലക്ഷ്യമുള്ള, അതുപോലെ തന്നെ ആ ലക്ഷ്യത്തിന് വേണ്ടി സ്വന്തമായി ലോകത്തിൽ ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി കഠിനമായി യുദ്ധം ചെയ്യുന്ന ഒരാളായിരിക്കും. ഹി വിൽ ബി അബവ് ഓൾ കമ്പാരിസൺസ്. അവിടെ കമ്പാരിസൺ ഇടയില്ല, കാരണം താൻ അതുല്യനാണ്, മറ്റുള്ളവരോട് കമ്പയർ ചെയ്യാൻ അവിടെ സ്കോപ്പില്ല. ഹി എക്സോർട്സ് ദ യൂത്ത്. ഹി മീൻസ് APJ അബ്ദുൽ കലാം എക്സോർട്സ്. അദ്ദേഹം നമ്മൾ ഉപദേശിക്കുകയാണ്, യുവതയോട് പറയുകയാണ്, ടു ബി അഡ്വഞ്ചറസ്, ടു റീച്ച് ഹിസ് എയിം ആൻഡ് ദസ് ടു ബി എ ഡിഫറെൻറ്റ് വൺ. സാഹസികമായ രീതിയിൽ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുകയും അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് തുടരുകയും ചെയ്യാൻ വേണ്ടി കലാം അനുശാസിക്കുകയാണ് യുവതയോട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചെറിയ പാഠത്തിൻ്റെ വളരെ ചെറിയ സമ്മറി. I think it's very easy to understand. Okay, now let's move to some question to be answered from this summary. ഒന്നാമത്തെ ചോദ്യം ചോദിക്കാനുള്ളത്, what was Dr. Kalam's reply to the question of the teen-aged villager? അല്ലേ, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ഫ്രം ദ റിമോട്ട് വില്ലേജ്. ഉൾഗ്രാമത്തിൽ നിന്ന് വന്ന ആ കുട്ടിയുടെ ചോദ്യത്തിന് കലാം എന്ത് റിപ്ലൈ ആണ് കൊടുത്തത്? ഉത്തരമായിട്ട് ഡയറക്റ്റായിട്ടൊരു പാസേജ് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലേ? എന്തായിരുന്നു അത്? ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് ഹിം ആൻ ആൻസർ, കലാം റിസൈറ്റഡ് ഐ വിൽ ഫ്ലൈ, അല്ലേ? അത് മുതൽ ടു റീച്ച് ഹൈറ്റ്സ് ആൻഡ് പെർസെവറൻസ് ടു വർക്ക് ഹാർഡ് വരെ ആ ഒരു പാരഗ്രാഫ് മുഴുവനായിട്ട് നമുക്ക് എഴുതേണ്ടി വരും. അടുത്തത്, വാട്ട് ഡു യു മീൻ ബൈ ബീയിങ് യുണീക്ക്? ലാസ്റ്റ് നമ്മൾ പറഞ്ഞ പാരഗ്രാഫ് കംപ്ലീറ്റ്. യുണീക്ക് ആകേണ്ടതിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ നിങ്ങൾ യുണീക്ക്നെസ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് ദ വില്ലേജ് ബോയ് നോട്ട് ഏബിൾ ടു ആസ്ക് ക്വസ്റ്റ്യൻസ് വിത്ത് കോൺഫിഡൻസ്? എന്തായിരുന്നു ആ കുട്ടിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കായിരുന്നത്? അവന് കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ കാര്യം എന്തായിരുന്നു? അവിടെയും പറയുന്നുണ്ടല്ലേ, ദ ബോയ് വാസ് നെർവസ് ആൻഡ് ഡിഡ് നോട്ട് ഹാവ് ഇനഫ് കറേജ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഹി ഹാഡ് നോട്ട് ഗെയിൻഡ് എനി കോൺഫിഡൻസ് ത്രൂ ഹിസ് ഇയേഴ്സ് ലോങ് എഡ്യൂക്കേഷൻ. When he weighed himself with others, he didn't have anything least to be so proud of. അതുപോലെ അല്ലേ? ഇനി, what was the question that asked by the student to Kalam? കലാമിനോട് സ്റ്റുഡൻറ്റ് എന്താണ് ചോദിച്ചത്?
So you must write the complete paragraph from the boy was nervous to his mission. അതുവരെ. Next, what was the purpose of program Sashtrayaan? Sashtrayaan's purpose എന്തായിരുന്നു? Dr. Kalam describes us about program Sashtrayaan or propagation of science. Sashtrayaan aimed at preparing about 2,000 students from different schools to become engineers, scientists, doctors, managers and civil servants. This action would also empower 2,000 families of the village. Dr. Kalam talked to them on the topic Science Empowers Nation. Next, why did Kalam value the question of the student from village? വില്ലേജിലെ കുട്ടിയുടെ ചോദ്യത്തിന് വില കൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് കലാം? ആൻസർ, കലാം വാല്യൂഡ് ഈസ് ക്വസ്റ്റ്യൻ ആസ് ഇറ്റ് വാസ് ഇക്വയിങ് ദ ഫിയർ ഓഫ് മെനി. നേരത്തെ പറഞ്ഞതാണ്. ദ സ്റ്റുഡൻറ് വാസ് എ ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഇന്ത്യൻ യൂത്ത്. ഇന്ത്യൻ യുവതയുടെ ഒരു പ്രതിനിധി തന്നെയാണ്, പലരുടെയും ഭയം തന്നെയാണ് ഇയാളുടെ ചോദ്യത്തിൽ നിഴലിച്ചത്. അടുത്ത ചോദ്യം, വൈ വെയർ ദ ഓഡിയൻസ് ലുക്ക്ഡ് അറ്റ് കലാം ക്യൂരിയസ്ലി ആഫ്റ്റർ ഹിയറിംഗ് ദ ടീനേജേഴ്സ് ക്വസ്റ്റ്യൻ? ഈ കൗമാരക്കാരൻ്റെ ചോദ്യത്തിന് ശേഷം അവിടെ ഇരുന്ന ആളുകളെല്ലാം കലാമിനെ ക്യൂരിയസ് ആയി നോക്കിയത് എന്തുകൊണ്ടാണ്? എവരി വൺ ഫൗണ്ട് ദ ക്വസ്റ്റ്യൻ സോ ഡിഫിക്കൽട്ട് ടു ആൻസർ. എല്ലാവർക്കും ഈ ഒരു ചോദ്യം വളരെ പ്രയാസമുള്ള ചോദ്യമായിട്ടാണ് തോന്നുന്നത്. മോറോവർ, ദ ക്വസ്റ്റ്യൻ വാസ് ഇക്വയിങ് ദ ഫിയർ ഓഫ് മെനി ഇന്ത്യൻ യൂത്ത്. So the audience were looking at Kalam, wondering what he was going to say to the sincere question of a young village boy. ചോദ്യം ഡിഫിക്കൽട്ടാണ്. പല ഇന്ത്യക്കാരുടെയും ഭയം തന്നെയാണ് ഈ ചോദ്യത്തിലുള്ളത്. ഇപ്പോൾ ഓഡിയൻസ് എല്ലാം കലാമിനെ നോക്കുകയാണ്, എന്തായിരിക്കും ഇദ്ദേഹം ഇത്തരത്തിലുള്ള കുഴപ്പിക്കുന്ന വളരെ ആത്മാർത്ഥതയുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുക എന്നുള്ള രീതിയിൽ കലാമിനെ നോക്കുകയായിരുന്നു. സപ്പോസ് യു ഹാവ് ടു റൈറ്റ് ആൻ എസ്സേ ബേസ്ഡ് ഓൺ ദിസ് ടോപ്പിക്, ഐ വിൽ ഫ്ലൈ. വാട്ട് വിൽ യു റൈറ്റ്? വാട്ട്സ് ദ മെസ്സേജ് കൺവേഡ് ത്രൂ കലാം സ്പീച്ച് ഐ വിൽ ഫ്ലൈ? ഇതൊരു എസ്സേ രൂപത്തിൽ 8 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമ്മറി ആകെ മുഴുവനായിട്ടും എഴുതി വയ്ക്കാവുന്നതാണ്. അടുത്ത 2 മാർക്കിനാണ് സെയിം ചോദ്യം ചോദിക്കുന്നതെന്ന് വിചാരിച്ചോളൂ. വാട്ട്സ് ദ മെസ്സേജ് കൺവേഡ് ത്രൂ കലാം സ്പീച്ച് ഐ വിൽ ഫ്ലൈ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തെഴുതിയാൽ മതി? Dr. Kalam exhorts us to be confident, self-reliant and unique in life. Everyone is born with potential and with wings. So, keeping our identity, one must fight the hardest battle to reach one's destination. ഇപ്പോൾ എല്ലാവരോടും കോൺഫിഡൻ്റ് ആയിട്ടും സെൽഫ് റിലയൻ്റ് ആത്മവിശ്വാസത്തോടു കൂടി സ്വന്തം കാലിൽ നിൽക്കാനും അതുപോലെ തന്നെ യുണീക്ക് ആകാനുമാണ് കലാം ഉപദേശിക്കുന്നത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്, അവർക്ക് ചിറകുകളുമായിട്ടാണ് അവർ ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തന്നെയായിട്ടുള്ള വ്യക്തിത്വം നിലനിർത്തണം. ഏറ്റവും കഠിനമായ യുദ്ധം ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ്, വൈ ഡസ് കലാം സേ ദാറ്റ് നോ യൂത്ത് ടുഡേ നീഡ്സ് ടു ഫിയർ അബൌട്ട് ദ ഫ്യൂച്ചർ? ഇന്നത്തെ യുവതലമുറയ്ക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ഭയക്കാനില്ല എന്ന് കലാം പറയാൻ കാരണം എന്താണ്? ആൻസർ, no youth today needs to fear about the future as the ignited mind of youth is the most powerful resource on the earth. നേരത്തെ പറഞ്ഞു, ഭൂമിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വിഭവം എന്ന് പറയുന്നത് ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന യുവതയുടെ മനസ്സാണ്. The youth has always contributed much to make the world of today. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് പഴയ യുവതയുടെ സംഭാവന തന്നെയാണ്. So they have the ability and opportunity to reach heights. അതുകൊണ്ട് അവർക്ക് ഉയരങ്ങളിലെത്താനുള്ള അവസരവും കഴിവും ഇന്നുണ്ട് എന്നാണ്. അടുത്തത് കലാമിനോട് 4 ചോദ്യം ചോദിക്കുകയാണ്. 4 റെസ്പോൺസ് നമുക്ക് കിട്ടണം. അങ്ങനെ ഒരു ചോദ്യമാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചോദ്യം ചോദിക്കും? ആദ്യം, സർ, ഇറ്റ് സീംസ് ടു മീ ദാറ്റ് യു ആർ ഓൾവേസ് അഡ്രസ്സിംഗ് ദ യൂത്ത് ഇൻ യുവർ സ്പീച്ചസ്. ഇസ് ഇറ്റ് സോ? താങ്കൾ പലപ്പോഴും യുവതയോടാണല്ലോ സ്പീച്ച് നടത്തൽ, അവരെ അഡ്രസ്സ് ചെയ്തിട്ടാണല്ലോ താങ്കൾ സംസാരിക്കാറ്, അങ്ങനെയല്ലേ? കലാം പറയുന്നു, ഐ എം എ ടീച്ചർ ടു. ടീച്ചറും കൂടിയാണ് ഞാൻ. മെജോറിറ്റി ഓഫ് മൈ ഓഡിയൻസ് ആർ യൂത്ത്. മോറോവർ ദേ ആർ ദ ബാക്ക് ബോൺ ഓഫ് എ കൺട്രി. നമ്മുടെ രാജ്യത്തിൻ്റെ നട്ടല് അവരാണ്. ദ ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ ഈസ് ഇൻ ദിയർ ഹാൻഡ്സ്. അല്ലേ? നമ്മുടെ ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അവരുടെ കൈകളിലാണ്. അതുകൊണ്ട് ഐ ആം അഡ്രസ്സിംഗ് ദം എന്നാണ് പറയുന്നത്. അടുത്തത്, വിച്ച് പൊസിഷൻ ഡു യു ചെറിഷ് മോസ്റ്റ്? നിങ്ങളുടെ മനസ്സിൽ താലോലിക്കുന്ന, നിങ്ങൾ പല തലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. സയൻറ്റിസ്റ്റായിട്ട്, ISROയിൽ സയൻറ്റിസ്റ്റായിട്ട്, അതുപോലെ തന്നെ ടീച്ചറായിട്ട്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള നിലകളിൽ താങ്കൾ പ്രശസ്തനാണ്, അല്ലേ? അപ്പോൾ ഇതിലെ ഏറ്റവും നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം നൽകിയ പൊസിഷൻ ഏതാണ് എന്നാണ്. അപ്പോൾ കലാം പറയുന്നു, നത്തിങ് ഈസ് മോർ എക്സൈറ്റിംഗ് ടു മീ ദാൻ ടീച്ചിങ്. സോ ഐ ലൈക്ക് ദ പ്രൊഫഷൻ ഓഫ് എ ടീച്ചർ ദ മോസ്റ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ്, യു ഇൻസ്പയർ മെനി, ബട്ട് ഹൂ ഈസ് ഇറ്റ് ദാറ്റ് യു ആർ ഇൻസ്പയർഡ് ബൈ? താങ്കൾ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ താങ്കൾക്ക് ആരായിരുന്നു ഇൻസ്പിറേഷൻ? കലാം പറയുന്നു, മൈ ഇൻസ്പിറേഷൻ ഈസ് മൈ സയൻസ് ടീച്ചർ
Sri Sivasubramania Iyer, who taught me when I was in 8th standard at the age of 13. Next question. What's the major issue that you meet with most of the youth? ഇപ്പോഴത്തെ തലമുറയിൽ യുവതയ്ക്കിടയിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ്? കലാം പറയുന്നു, ഐ മസ്റ്റ് സേ ദാറ്റ് ദേ ആർ സോ കൺഫ്യൂസ്ഡ് ആൻഡ് ആങ്ഷ്യസ് അബൌട്ട് എ ഫ്യൂച്ചർ. പലർക്കും ഭാവിയെക്കുറിച്ചുള്ള കൺഫ്യൂഷനാണുള്ളത്, അല്ലെ? അവർ ഉത്കണ്ഠാകുലരാണ്. ദേ ആർ ടു ബി ഡിറക്റ്റഡ് ടുവേർഡ്സ് ഫിക്സിങ് എ ഗോൾ ഫസ്റ്റ് ഇൻ ദ സ്കൂൾ ഡേയ്സ് ഇറ്റ് സെൽഫ്. അവരുടെ സ്കൂൾ കാലയളവിൽ തന്നെ അവരുടെ ലക്ഷ്യസ്ഥാനം എന്താണോ അങ്ങോട്ടേക്ക് അവരെ നയിക്കേണ്ടതുണ്ട്. ആ ലക്ഷ്യസ്ഥാനം ഫിക്സ് ചെയ്യാൻ അവർക്ക് സ്കൂൾ തലത്തിൽ തന്നെ അതിനുള്ള കഴിവ് കൊടുക്കേണ്ടതുണ്ട്. ദെൻ ഓൺലി ദേ ക്യാൻ പെർസ്യൂ ഇറ്റ് വിതൗട്ട് ഡിസ്ട്രാക്ഷൻസ്. എന്നാൽ മാത്രമേ അവർക്ക് ശ്രദ്ധ തിരിയാതെ അവരുടെ ലക്ഷ്യത്തെ പിന്തുടരാൻ സാധിക്കുകയുള്ളൂ. ലക്ഷ്യമുണ്ടെങ്കിലല്ലേ അങ്ങോട്ട് നടക്കാൻ പറ്റൂ. ഇനി കോഴ്സ് ബുക്കിലുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. Why does Dr. Kalam say that no youth needs to fear about the future? The answer, Kalam says that the ignited mind of youth is the most powerful resource on the earth. That energetic, curious mind is enough to attain their goals in life. Moreover, India is a fast developing country with a fast developing economy. More and more novel opportunities are there. So, unemployment is not a grave problem unlike it was generations ago. This is why Dr. Kalam says no youth needs to fear about the future. Now, the second question. What was the mission of Sashtrayaan? Sashtrayaan ദൗത്യം എന്താണെന്നാണ്. The mission of Sashtrayaan was the preparation of about 2,000 students from different schools to be engineers, doctors, scientists, qualified managers and civil servants. This would in turn empower 2,000 families of the village. Next question. Dr. Kalam's talk was on the topic Science Empowers the Nation. How does science empower the nation? Answer. A scientifically enlightened mind is the richest resource of a nation. Thousands of doctors, engineers and scientists are coming out of our universities. If their talents and services are properly utilized, it will certainly empower the nation by making continuous progress in the different fields like health, agriculture, satellite and communication, various industries, construction, defense, space exploration, etc. Next question. Why couldn't the boy gather confidence? What do you think is the drawback of present education system? Answer. The boy couldn't gather confidence because he did not get it through his education all those years. Education is supposed to be a tool to lead successful social life with confidence. The failure of the boy to gain confidence can be seen as the drawback of the educational system and the teachers. Education should cater the fundamental qualities essential for the total development of a child. Next question. If you were there, what question would you ask Kalam? It's an unreal situation, so you may start like this. If I were there, I would ask. Or my question would be this. Then put the question in inverted commas. So since this question is given in a direct form, the inverted commas is a must. Sir, you told us that the youth today need not fear about the future. But isn't it a fact that most of the educated youth today remain unemployed? Self-employment is not always possible for everyone. In these circumstances, what a government should do practically? Next question. What was the boy's concern? The boy wanted to be a marine engineer. He wanted to travel in a ship. He wanted to be the captain of the ship. He wanted to build the engine of the ship. He wanted to know if he would be able to do all this and how to achieve his mission and what he should do to achieve it. Next question. Why did Kalam value the boy's question? കുട്ടിയുടെ ക്വസ്റ്റ്യന് കലാം വില കൽപ്പിക്കാൻ കാരണം എന്താണ്? Dr. Kalam valued the boy's question because it was the most difficult question among the many questions he had received from millions and millions of students he had met.
The boy was echoing the fear of many students like him. Next question. How can you be unique? It's an important one. Being unique means being the way you are without being corrupted or influenced by others. You can be unique by being yourself. The world around you wants you to be like others. At home, your parents will tell you to be like the children of their neighbors. At the school, the teachers will tell you to be like the first 5 rankers of the class. All the people tell you to be somebody else. But Dr. Kalam tells you to be you. You should not try to be somebody else. You should not be a copycat. Identify the strength and weaknesses in you. Set a goal and work for it. Next question. How can you overcome the fear of inhibition? Answer. The only way to overcome any fear is the mindset to face anything bravely. Errors will happen to anyone, even with an experienced hand. So, what matters is building confidence to say and act in accordance with our will. Next is an activity from your textbook. That is, imagine that you get the opportunity to address class 10 students before their public examination. On the basis of Dr. Kalam's message, prepare a speech to motivate and prepare them for the examination. Good morning, everyone. Respected principal, teachers, and my dear friends. It's a great privilege that I got an opportunity to address you today. As everyone say, my dear friends, you are about to reach a turning point in your life. You are going to face your first important examination in your school life. No doubt, you all will pass the SSLC examination in flying colors, as everyone sitting here is working hard towards fulfilling life dreams. So you may have a doubt regarding the usage pass with flying colors. Its meaning is pass an examination scoring good marks. ഉജ്ജ്വല വിജയം എന്ന മലയാളത്തിൽ പറയില്ലേ അത്. Dream is not that which you see while sleeping. It is something that does not let you sleep, says Dr. Kalam. Here you can see we have put here a quote of Dr. Kalam. So while you write an essay or a speech, if you know any quotations, you can place it there for scoring high marks. Edison has rightly remarked, there is no substitute for hard work. അതായത് ഹാർഡ് വർക്ക് അല്ലാതെ അതിന് മറ്റൊരു പകരക്കാരനില്ല. How to have confidence to meet the forthcoming exams? You are aware that nothing can be achieved without sheer hard work. Every child is born with unlimited talents. In a few cases, the problem is failure to identify the inborn talents. If you nourish your talents, nobody can stop you. The parents, teachers, and your friends have a vital role in the enhancement of your progress. Here, they have done their part very well. Now it's your turn. അവരവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു, ഇനി നിങ്ങളുടെ ഊഴമാണ്. Are you nervous and afraid of the examination? No need at all. Just follow a timetable for your routine activities and assign extra time for your studies. Never put off till tomorrow what you can do today. ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യുക, നാളേക്ക് മാറ്റി വെക്കരുത്. Keep your mind free from falling thoughts. നിങ്ങളെ വിഡ്ഢിയാക്കുന്ന തരത്തിലുള്ള ചിന്തകളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ മോചിപ്പിക്കുക. Sleepless nights and overstressed head will spoil your efforts. So keep calm, work hard, then success is yours. You can choose combined study, but never compare yourself with others. You can't be the other one. You are always better than the other in many ways. Dr. Abdul Kalam always insisted the need of being unique. Some students may not be able to shine as they desire for some external or internal factors. Those who fail should understand that success is not final and failure is not fatal. It is the courage to continue that counts, says Winston Churchill. Failure is the opportunity to begin again more intelligently, says Henry Ford. Try hard not to fail anywhere. If fails, never give up until meeting success. Once again, my best wishes for all. Thank you. Next question is for writing an email to your friend after being motivated by the speech of Kalam. Here you have the format of an email. A question for writing an email is always asked in your examinations. So, you must have the knowledge to write an email.
First of all, an imaginary mail ID, 2 edges, then from, date is not at all necessary. Next is subject. Here the subject is how I got inspired by Dr. Kalam. Then, dear friend, recently I happened to read an article by Dr. APJ Abdul Kalam, I will fly. The zeal and enthusiasm with which he faced the realities of life inspired me. The zeal, ഒരു അതിയായ ഉത്സാഹം, മനസ്സിൻ്റെ ഉത്കടമായ അഭിനിവേശത്തിനെയാണ് zeal എന്ന് പറയുന്നത്. The zeal and enthusiasm, അത്യുത്സാഹം, with which he faced the realities of life inspired me. ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ അദ്ദേഹം നേരിട്ടത് തൻ്റെ zeal കൊണ്ടും enthusiasm കൊണ്ടുമായിരുന്നു. അതെന്നെ വല്ലാതെ ഇൻസ്പയർ ചെയ്തു എന്നാണ്. I thought that I must inform of this to you. There are no reasons for us all to fail. I request you to go through the article attached herewith and get inspired. With warm regards, Arun. So these are all the important questions from this chapter. So read the textbook again and again to have a good vocabulary and empower yourself in English language. Thank you. Meet you again in the next class.